നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ പ്രതികരണം കാത്തുനിന്ന മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അടക്കാനാകാത്ത സന്തോഷവുമായാണ് ദിലീപ് എത്തിയത്. പിന്നാലെ പ്രതികരിച്ചത് മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യർക്കെതിരെയും. ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും മഞ്ജു പറഞ്ഞിടത്തു നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചതെന്ന് ദിലീപ് വലിയ ശബ്ദത്തിൽ പറയുകയായിരുന്നു. മഞ്ജു പറഞ്ഞതിന് പിന്നാലെ അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥയും അവർ തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരുമാണ് ഈ കേസുണ്ടാക്കിയത്. അതിനായി കേസിലെ മുഖ്യപ്രതിയെയും കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ച് കള്ളക്കഥകൾ മെനഞ്ഞു. എന്നിട്ട് പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെയും കൂട്ടുപിടിച്ച് കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുവെന്നാണ് ദിലീപ് കോടതിക്ക് മുന്നിൽ വെച്ച് ആരോപിച്ചത്. ദൈവത്തിന് നന്ദി പറഞ്ഞ് നടൻ ദിലീപ് വീണ്ടും തുടരുകയായിരുന്നു. കേസിൽ വിധികേട്ട് കോടതിയിൽ നിന്ന് പുറത്തേക്ക് വന്ന ദിലീപ് സർവശക്തനായ ദൈവത്തിന് നന്ദി എന്നാണ് പ്രതികരിച്ചത്. കേസിലെ യഥാർത്ഥ ഗൂഢാലോചന തന്നെ പ്രതിയാക്കാൻ വേണ്ടിയായിരുന്നുവെന്നും ദിലീപ് ആരോപിച്ചു. പോലീസ് സംഘമുണ്ടാക്കിയ കള്ളക്കഥ കോടതിയിൽ തകർന്നു വീഴുകയായിരുന്നു. കേസിൽ യഥാർത്ഥ ഗൂഢാലോചന നടന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എൻ്റെ കരിയറും ഇമേജും ജീവിതവും നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ചെയ്തതെന്ന് ദിലീപ് പറയുകയായിരുന്നു. അതേസമയം കേസിൽ ഉടൻ പ്രതികരിക്കാനില്ലെന്ന നിലപാടിലാണ് അതിജീവിതയായ നടി. അതേസമയം വിധി വന്ന പശ്ചാത്തലത്തിലും അവൾക്കൊപ്പം എന്ന പോസ്റ്റ് പങ്കുവച്ച് നിരവധി നടിമാർ രംഗത്ത് വന്നു. നടിമാരായ രമ്യ നമ്പീശൻ, റിമ കല്ലിങ്കൽ, പാർവതി തിരുവോത്ത് എന്നിവരാണ് അവൾക്കൊപ്പം എന്ന പോസ്റ്റ് പങ്കുവച്ചത്. അതേസമയം തുടക്കം മുതൽ ഇപ്പോഴും നടിക്കൊപ്പം നിൽക്കുന്ന ദിലീപിന്റെ മുൻ ഭാര്യ കൂടിയായ മഞ്ജു വാര്യർ ഇതേക്കുറിച്ച് ഇതുവരെയും ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. മലയാള സിനിമയിൽ വലിയ വിവാദങ്ങൾ നിറഞ്ഞ കേസായിരുന്നു ഇത്. കേസിൽ ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പമാണെന്നാണ് ഒടുവിൽ താരസംഘടനയായ അമ്മ പ്രഖ്യാപിച്ചത്. ഈ തീരുമാനം മാധ്യമങ്ങൾക്ക് മുമ്പാകെ വിശദീകരിച്ചത് ജനറൽ സെക്രട്ടറിയായിരുന്ന മമ്മൂട്ടിയാണ്. സിനിമയിൽ ക്രിമിനലുകൾ ഉണ്ടാകുന്നത് നാണക്കേടാണെന്നും അദ്ദേഹം അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ സംഘടനയിൽ അഴിച്ചുപണി നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്നും അഭിനേതാക്കളുടെ ക്ഷേമത്തിനായി രൂപവൽക്കരിച്ച അമ്മയ്ക്ക് ഏതെങ്കിലും ഒരു പക്ഷത്തോട് പ്രതിപത്തിയില്ലെന്നും മമ്മൂട്ടി വ്യക്തമാക്കിയിരുന്നു. ദിലീപിന്റെ പ്രാഥമിക അംഗത്വവും ട്രഷറർ സ്ഥാനവുമെല്ലാം റദ്ദ് ചെയ്യാനാണ് അമ്മയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം അന്ന് തീരുമാനിച്ചത്. നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിലിം എക്സിബിറ്റേഴ്സ് യുണൈറ്റഡ് ഓർഗനൈസേഷൻ ഓഫ് കേരളയും ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനുമെല്ലാം ദിലീപിനെ പുറത്താക്കിയിരുന്നു. ഇതോടെ സിനിമാ രംഗത്തെ എല്ലാ സംഘടനകളിൽ നിന്നും ദിലീപ് പുറത്താവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ കേസിൽ നിന്നും കുറ്റവിമുക്തനായതോടെ അമ്മയിലേക്കും ഫെഫ്കയിലേക്കുമെല്ലാം അടക്കം തിരിച്ചുവരാനുള്ള ശ്രമത്തിലാണ് ദിലീപ്. അതിനുള്ള പ്രാഥമിക കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ദിലീപിന്റെ സുഹൃത്തുക്കൾ നീക്കി തുടങ്ങിയിട്ടുണ്ട്. അമ്മയുടെ ആവശ്യപ്രകാരം ദിലീപ് രാജിവെച്ചുവെന്ന് അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാൽ അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ദിലീപ് വിഷയത്തിൽ പരിഹാരമായെന്നും അമ്മയുടെ ആവശ്യപ്രകാരം ദിലീപ് രാജിവെച്ചുവെന്നുമാണ് അന്ന് മോഹൻലാൽ പറഞ്ഞത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.